രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിൽ ഒരു സ്ത്രീ പീഡകൻ ഉണ്ടെങ്കിൽ ആ സ്ത്രീ പീഡകനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വ്യക്തിഗത രാഷ്ട്രീയ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി, ടു സെറ്റിൽ സ്കോർ. ഇപ്പം ബസ്സിലുള്ള ലൈംഗിക ചൂഷണത്തിനെതിരെ പ്രതികരിക്കുക എന്നതായിരുന്നില്ല ഈ പെൺകുട്ടിയുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യം. ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വാർത്ഥ താല്പര്യത്തോടുകൂടി നിശ്ചിത താല്പര്യത്തോടുകൂടിയും ചെയ്യുമ്പോൾ ബസ്സുകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തെ അത് ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെ, നമസ്കാരം. ഇന്നലെ കോഴിക്കോട്ട് ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നു. ആത്മഹത്യയിൽ 42 വയസ്സുള്ള ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബസ്സിൽ വെച്ച് ഒരു യുവതി തന്നോട് മോശമായി പെരുമാറി, ദീപക് മോശമായി പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു. അതിൽ മനംനൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അത് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള രോക്ഷത്തിന് കാരണമായിരിക്കുന്നു. അത് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഓരോ പുരുഷന്മാർക്കും അത് വളരെ അപകടം വരുത്തുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചും പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആയുധമായി എതിരാളികൾ ഇത്തരം ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളെ മാറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഇതിലൂടെ ഉയർന്നു വരികയാണ്. താങ്കളൊരു പൊതുപ്രവർത്തകനാണ്, അതിലുപരി നിരവധി ശത്രുക്കളെ താങ്കൾ സമ്പാദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ താങ്കൾ അതിലുപരി ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പൊതുപ്രവർത്തകനാണ്, ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അതിലൊക്കെ അപ്പുറത്ത് എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ പന്താവെടുത്ത് പരിശോധിച്ചാൽ ഈ ഒട്ടനവധി സ്ത്രീ പീഡന വിഷയങ്ങളിൽ ഇരകൾക്ക് വേണ്ടി ഇടപെട്ട് അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അത് VS-ൻ്റെ കൂടെ നിൽക്കുമ്പോഴാകട്ടെ അതിനുശേഷമാകട്ടെ. എന്ന് മാത്രമല്ല, ആ സ്ത്രീപീഡന വിഷയങ്ങളിലൊക്കെ തന്നെ 100% ന്യായം ഉള്ളത് അതിലെ ഇരകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുള്ള സ്ത്രീപീഡന കേസുകളുടെ ഒന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനകത്തേക്ക് ഞാൻ. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ പീഡന കേസിൽ ഒരു ഇര ആയിട്ടുള്ളൊരു സ്ത്രീ ഒരു പരാതിയുമായി വന്നാൽ ആ പരാതി കേട്ടപാടെ കേൾക്കാത്ത പാടെ ആ പരാതി വിശ്വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാതെ, ആ പരാതിയുടെ ശരിതെറ്റുകൾ എന്താണെന്ന് പരിശോധിക്കാതെ, ആ പരാതി കൊണ്ടുവന്നതിന് പുറകിൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമോ നിശ്ചിത താല്പര്യമോ ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ഒരു പരാതിയുമായി വന്നാൽ അടപടലം ആ സ്ത്രീക്ക് അനുകൂലമായി ചാടി വീഴുക എന്നൊരു പ്രവണത ഇപ്പോൾ വന്നിരിക്കുന്നു. ആ പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാതി. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് 100% അല്ലെങ്കിൽ നല്ല ശതമാനം തെറ്റുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്നുള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളിൽ ഒരു സ്ത്രീ പീഡകൻ ഉണ്ടെങ്കിൽ ആ സ്ത്രീ പീഡകനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വ്യക്തിഗത രാഷ്ട്രീയ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി, ടു സെറ്റിൽ സ്കോർ എന്ന് പറഞ്ഞ പോലെ അയാളോടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അയാൾക്കെതിരായി സംരക്ഷിക്കാൻ വേണ്ടി, അയാളെ രാഷ്ട്രീയത്തിലും ഇല്ലാതാക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന കേസുകളാണ് എന്നുള്ളിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയം വരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്ന 3 സ്ത്രീകളുടെ പരാതികൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ആത്യന്തികമായി അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇതുപോലുള്ള സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരകളും അതിജീവിതകളും വരുമ്പോൾ അതിനകത്തോടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു.
ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ നിക്ഷിപ്ത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരകളും അതിജീവിതകളും ഇതുപോലെ പരാതികളുമായി വരുമ്പോൾ ആ ഇരകളുടെയും പരാതിക്കാരികളുടെയും ആധികാരികതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുകയും അങ്ങനെ നഷ്ടപ്പെടുന്നതിലൂടെ യഥാർത്ഥ ഇരകളുടെയും അതിജീവികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് പ്രധാനം. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇപ്പം നടന്ന ഈ സംഭവത്തെ നമ്മൾ കാണാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായം, ഇപ്പം തർക്കത്തിന് വേണ്ടി പറയല്ല, തർക്കിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സ്ത്രീകളൊക്കെ ബസ്സുകളിലൊക്കെ വെച്ച് അതിഭീകരമായി ലൈംഗികമായി ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ പിന്നെ ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകൾ വിധേയരാകപ്പെടുമ്പോഴും അങ്ങനെ യഥാർത്ഥത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പം ഇതുപോലെ നടന്ന സംഭവങ്ങൾ കാരണമാകുന്നത്. അതാണ് ഈ അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഈ 3 പരാതികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. മനസ്സിലായി? ഒരേ തരത്തിലുള്ള പരാതി വെച്ചാൽ ഒരു പിന്നെ വ്യക്തിഗതമായി നമുക്കുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അല്ലെങ്കിൽ പക തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സംഭവം. അതാണ് ഇപ്പോൾ ഈ 3ാമത്തെ സ്ത്രീയുടെ കാര്യത്തിലും വന്നത്. ഭ്രൂണമെടുത്ത് ശീതീകരിച്ച പിന്നെ ഫ്രീസറിൽ 1.5 വർഷക്കാലമായി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ ഒറ്റയ്ക്ക് ഇയാളെ കാണാനായിട്ട് എനിക്ക് ഹോട്ടലിലേക്ക് വരണം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു താല്പര്യം. മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയും. ഒന്ന്, ഒരു 42 വയസ്സുള്ള ഒരു പുരുഷൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കണ്ട ഭാഗം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അയാളുടെ കയ്യോ തോളോ ഒക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഉരസുന്നു. ഇതാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ വീഡിയോയെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നു. അത് സ്ലോ മോഷനിലാണ് ആ സ്ത്രീ രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ടത്. സ്പീഡായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇനി അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും ഞാൻ അതിനെ ആയിരിക്കുന്നില്ല. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, എനിക്ക് ആരും സംശയമില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒന്ന്, അങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ വീഡിയോയിൽ പകർത്തുന്നു. അവിടെ മനസ്സിലായി? അപ്പൊ സ്വാഭാവികമായി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യണം. അവിടെ യാത്രക്കാരുണ്ട്, ബസ് ഡ്രൈവറുണ്ട്, കണ്ടക്ടറുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയണം. മനസ്സിലായി? അതിന് പകരം ഈ സ്ത്രീ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അതിന് പകരം ഈ സ്ത്രീ അത് വീഡിയോയിൽ പകർത്തുന്നു, അത് സ്ലോ മോഷനിലാക്കുന്നു. ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. സ്ലോ മോഷനിലാക്കി എന്നുള്ളത് ശരിയാണെങ്കിൽ അത് സ്ലോ മോഷനിലാക്കുന്നു. സ്ലോ മോഷനിലാക്കിയതിന് ശേഷം ആ സ്ത്രീ അത് പൊതുമണ്ഡലത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കുന്നു. മനസ്സിലായി? അപ്പം അവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ പുരുഷൻ ഇത് സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ പോലും ആ പുരുഷനെ അതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കലാണ് ഈ സ്ത്രീയുടെ ഉദ്ദേശമെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ദൃശ്യങ്ങളുമായിട്ട് നിയമത്തെ സമീപിച്ചാൽ പോരെ? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ മതി. ആണല്ലോ, അങ്ങനെ ചെയ്താൽ മതി. അതിന് പകരം ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? അവരോട് തെറ്റായിട്ടുള്ള രീതിയിൽ കോംപ്രമൈസിംഗ് ആയിട്ട് അയാൾ പെരുമാറുമ്പോൾ അത് ദൃശ്യത്തിൽ പകർത്തിയിട്ട് അത് പൊതുമണ്ഡലത്തിലേക്ക്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണ്? ഇതിനകത്ത് മനസ്സിലാവുന്നത് ഈ സ്ത്രീക്ക് ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരുന്നു. ആ നിക്ഷിപ്ത താല്പര്യം എവിടം വരെ എത്തുന്നു? ആ നിക്ഷിപ്ത താല്പര്യം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മരണത്തിലേക്ക് എത്തുന്നു. മനസ്സിലായില്ലേ? അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഒരു സീരിയൽ ഒഫൻഡർ ആണെന്നും നിരന്തരമായി അയാൾക്കെതിരെ കുറ്റകൃത്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇയാളുമായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. മാത്രമല്ല, ഈ ഒരു പെൺകുട്ടി, ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം ഒരു പെൺകുട്ടി പരസ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. ആ കുട്ടി പറഞ്ഞത് യാതൊരു പരിചയവുമില്ലാതെ ഇയാളെ ബസ്സിൽ വെച്ച് പരിചയപ്പെടുന്നു. ബസ്സിൽ ഈ കുട്ടി ഇരുന്ന അടുത്ത സീറ്റിലാണ് ഇരുന്നത്. ഈ കുട്ടിക്ക് പീരിയഡ്സിന്റെ വേദന കൊണ്ട് കുട്ടി ആകെ ടയർഡായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു കാര്യമില്ലെങ്കിലും പരിചയപ്പെടുകയാണ്. മോളെ, കുട്ടിയെ സമാധാനിപ്പിക്കുന്നു, അമ്മയെ വിളിക്കണമെന്ന് ചോദിക്കുന്നു, അവസാനം പാരസെറ്റമോൾ ഗുളിക കൊടുക്കുന്നു. ഈ കുട്ടി അത്രയ്ക്ക് ആദ്യമായി കാണുന്ന ഒരു കുട്ടിയോടാണ്. അപ്പോൾ കുട്ടി പരസ്യമായിട്ട് ആ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതാണ്. അപ്പം സ്വാഭാവികമായും ഇപ്പം ബസ്സിലുള്ള ലൈംഗിക ചൂഷണത്തിനെതിരെ പ്രതികരിക്കുക എന്നതായിരുന്നില്ല ഈ പെൺകുട്ടിയുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താ? അവിടെ വരുന്ന പ്രശ്നം, ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ
അത് സ്വാർത്ഥ താല്പര്യത്തോടുകൂടിയും നിശ്ചിത താല്പര്യത്തോടുകൂടിയും ചെയ്യുമ്പോൾ ബസ്സുകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തെ അത് ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെ അതെ. അല്ല, ഇനി ഇത്തരത്തിലുള്ള പരാതി യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ പോലും ആരും ഇത് മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു സ്ത്രീ ഇനി ന്യായമായിട്ടുള്ള പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചു വന്നാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം എന്ന് പറയുന്ന ആ പോരാട്ട ലക്ഷ്യത്തെ ശക്തിപ്പെടുത്താനാണോ ദുർബലപ്പെടുത്താനാണോ ഇത് ശ്രമിക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഈ സ്ത്രീ ചൂഷണത്തിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇത്തരം ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ പോലും പൊതുസമൂഹത്തിൽ ആദ്യം ഈ വീഡിയോ വന്നതിന് ശേഷം, പ്രത്യേകിച്ചും ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 95% പുരുഷന്മാരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അവരതിൻ്റെ കാര്യങ്ങളൊന്നും ബോധിക്കില്ല. അതാണ് പുരുഷന്റെ ഒരു അടിസ്ഥാന സ്വഭാവം. അതാണ് ഒരു 95% പുരുഷന്മാരുടെ അടിസ്ഥാന സ്വഭാവം. സ്ത്രീകളോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെ ന്യായീകരിക്കുക, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഇന്നലെ നിലപാട് മാറ്റി. അവരൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സൈബർ ആക്രമണമാണ് ആ ചെറുപ്പക്കാരനെതിരെ നടത്തിയത്. പക്ഷേ ഈ സംഭവം വന്നതിന് ശേഷം അവർ നിലപാട് മാറ്റി. പക്ഷെ അപ്പോഴും ഈ അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഇനി പറഞ്ഞ പേര് ഫേമസ് ആവണ്ടെന്ന് കരുതി. അങ്ങനെ പലരും പറയുന്നത് ഇവർ ആത്മഹത്യ ചെയ്തതിൽ എനിക്ക് സന്തോഷം, പെൺകുട്ടികൾ ഇനിയും ഇത് തുടരട്ടെ എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിലൂടെ വീണ്ടും അവർ ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് പോലും ഇതൊരു നിയമം കൊണ്ട് ഇവർക്ക് തടയിടാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ഞാൻ പറഞ്ഞ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയും. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ പറയുന്ന ആളുകൾ ഇതേ ഒരു അനുഭവം ഒരു സ്ത്രീക്കുണ്ടായി, ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക. ആ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീ അങ്ങനെ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തുമാത്രം വിമർശനങ്ങൾ. ആ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ആ ചോദ്യമാണ് എൻ്റെയും ചോദ്യം. അപ്പം അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, ഇതുപോലുള്ള ലൈംഗിക ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള നിശ്ചിത താല്പര്യക്കാർ ഇതുപോലെ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ഒരു സ്ത്രീ ചെയ്തതുമായി ബന്ധപ്പെട്ട് അവൻ ആത്മഹത്യ ചെയ്യപ്പെടുകയാണ്. അതൊരു വലിയ വിഷയമാണ്. അല്ല, പക്ഷേ ഇത് ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. അതിനുശേഷം ഈ ശവസംസ്കാരം നടന്നതിന് ശേഷം ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും കമ്മീഷണർക്ക്, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തതിന് ശേഷം മനഃപൂർവ്വമല്ലാത്ത ആത്മഹത്യ ചുമത്തി നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് ഈ പെൺകുട്ടിക്കെതിരെ കേസെടുക്കുന്നു. ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ആ പെണ്ണിനെതിരെ കേസെടുക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്നലെ രാത്രി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് പോലീസ് അവളുടെ വീട്ടിലെത്തി അവളുടെ മൊഴിയെടുത്തു എന്നുള്ളതാണ്. ഇന്നറിയുന്നത് അവൾ വിദേശത്തേക്ക് കടന്നു. അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇത് രണ്ടു തരം നീതിയല്ലേ? കാരണം ഇപ്പോൾ അവൾക്ക് ഈ സ്ത്രീക്ക് നിയമത്തെ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും സ്ത്രീ എന്ന പരിഗണന നൽകി കോടതി മുൻകൂർ ജാമ്യം നൽകാനുമുള്ള ഒരു സാധ്യതയില്ല. അല്ല, അതിപ്പോൾ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഈ സ്ത്രീ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം എന്നെ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എന്നെ ബാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകുന്ന നിക്ഷിപ്ത താല്പര്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ ലൈംഗിക ചൂഷണത്തിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തും എന്ന് സ്ത്രീകളുടെ ലൈംഗിക ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകൾക്കിത് ബോധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ആ സ്ത്രീകൾക്കിത് ബോധ്യമാണ്. ആ സ്ത്രീകൾക്ക് ഇത് ബോധ്യമാകുന്നതിന് പകരം അവരെടുക്കുന്ന നിലപാടാണ് സുമേഷ് നേരത്തെ പറഞ്ഞത്. അത് ആത്മഹത്യ ചെയ്തെങ്കിൽ ആത്മഹത്യ ചെയ്യട്ടെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഇരട്ട നീതി. മനസ്സിലായി? ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ പുരുഷന്മാർക്ക് അനുകൂലമായി ഇങ്ങനൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഉടനെ സ്ത്രീകൾ വലിയ പുരുഷവിരുദ്ധമായിട്ട് പറയും. പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോഴത്തേക്കും പുരുഷന്മാർ എന്ത് നിലപാടാണ് എടുക്കുന്നത് അതേ പിന്തിരിപ്പ നിലപാട് തന്നെയാണ് സ്ത്രീകൾ എടുക്കുന്നത്. അതിനെ സ്ത്രീകൾ ന്യായീകരിക്കുന്നത്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഇതിനകത്തുനിന്നൊരു തിരിച്ചറിവ് സ്ത്രീകൾക്കാണ് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നപ്പോൾ ഈ സ്ത്രീ എന്തിന് ഇങ്ങനെ ചെയ്തു, എന്തിന് ഈ സ്ത്രീ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ആത്മഹത്യക്ക് കാരണമായി എന്ന് ചോദിക്കേണ്ടിയിരുന്നത് ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം തന്നെയായിരുന്നു. ആ സ്ത്രീ സമൂഹം അത് ചോദിച്ച് അതിനൊരു മാതൃക കാണിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം പുരുഷന്മാർ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് പുരുഷന്മാർ തെറ്റായിട്ടുള്ള സമീപനം എടുക്കുന്നതിന് സമാനമായി സ്ത്രീകളും തെറ്റായിട്ടുള്ള സമീപനം എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് സ്ത്രീകളുടെ പോരാട്ടത്തെ തെറ്റായിട്ട് ബാധിക്കും എന്നവർ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, നാളെ ഒരു അതിജീവിത ശരിയായിട്ടുള്ള വിമർശനങ്ങളായിട്ട് വന്നാൽ പോലും ആരും വിശ്വസിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പം അതുകൊണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അതിജീവിതമാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഇത് അതിജീവിതമാരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തെ പുരുഷ വനിത വ്യത്യാസമില്ലാതെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇതുപോലുള്ള തെറ്റായ പ്രവണതകളെ എതിർക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അതെ, ശരിയാണ്. കാരണം ഇത് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമായി കണ്ട് എല്ലാവരും ഇതിനെ എതിർക്കണം. കാരണം അവർക്ക് എന്തെങ്കിലും സ്ത്രീകൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ സ്ത്രീകൾക്ക് ബസ്സിൽ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവർ ഇത്തരത്തിൽ ഈ മൊബൈലിൽ വല്ലോ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർ ആ തെളിവുകൾ ഉൾപ്പെടെ പോലീസിനെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ പോലീസിനെയും ഒരു പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. പോലീസിനെ സമീപിക്കണം. ആ സമീപിച്ച് അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണെങ്കിൽ ആ വഴിക്ക് നീങ്ങണം. അല്ലാതെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതൊരു പക്ഷേ സത്യമായാൽ പോലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നു, അങ്ങനെ ചെയ്താൽ പോലും അത് അയാളുടെ വിഷയമാണ്. പക്ഷേ അയാളുടെ കുടുംബത്തിൽ സ്ത്രീകളുണ്ട്, അയാളുടെ അമ്മ, അയാളുടെ സഹോദരി, ഭാര്യ, മകൾ, അങ്ങനെ നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാകും. അവരൊക്കെ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ നാണക്കേട് കാരണം ഇത്തരത്തിൽ വീട്ടുകാർ പോലും ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒരുപക്ഷെ പുറത്ത് വരാത്തതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇതൊരു പാഠമാകണം. ദീപകിന്റെ മരണം ഒരു പാഠമാകണം. ഷിംജിത മുസ്തഫ എന്ന ആ സ്ത്രീക്ക് നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷ കിട്ടണം. സമൂഹം ഒന്നടങ്കം ഈ പറയുന്ന ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അതായത് പാണ്ടിലോറിയുടെ കണ്ണാടിയുടെ വലുപ്പമുള്ള കണ്ണടയും തലയിൽ കയറ്റി വെച്ച് ദോശക്കല്ലിൻ്റെ അത്രയുള്ള ഒരു വട്ടപ്പൊട്ടും കുത്തി വന്നിരുന്ന് നമുക്കൊരിക്കലും ദഹിക്കാത്ത ക്രൂരമായ വാക്കുകൾ പറയുകയും അത്തരത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളെ നമുക്ക് വിടാം. ബാക്കി സ്ത്രീ സമൂഹമാണ് ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ എല്ലാവരും പുരുഷന്മാരാണ്. ഒരാൾ തെറ്റുകാരനാണെന്ന് കരുതി എല്ലാവരും തെറ്റുകാരൻ ആവണമെന്നില്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്: കേരള സമൂഹം ഒന്നടങ്കം ഈ വിഷയത്തെ അപലപിക്കുക, പ്രതികരിക്കുക, ഈ ദീപകിന് നീതി കിട്ടാനായി പോരാടുക. ദീപകിൻ്റേത് ഇത്തരത്തിലുള്ള ഒരു അവസാന മരണമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.